താജ്മഹലിലെ ഉറൂസ് ആഘോഷത്തിനെതിരെ കോടതിയിൽ ഹർജി നൽകി ഹിന്ദു മഹാസഭ. ഉറൂസിന് നിരോധന ഉത്തരവ് ആവശ്യപ്പെട്ടാണ് ഹർജി. ആഗ്ര കോടതിയിലാണ് ഹർജി നൽകിയത്. വിവരങ്ങളുമായി ജിൽബി ചേർന്നുണ്ട്. ജിൽബി, അയോധ്യയ്ക്ക് പിന്നാലെ അവർ താജ്മഹലിനെ ലക്ഷ്യമിടുന്നുവെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലേക്ക് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ശരിയായി പോവുകയാണ്. ഇപ്പോൾ ഹിന്ദു മഹാസഭ തന്നെ നേരിട്ട് ഉറൂസിനെതിരെ ഹർജി നൽകിയിരിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും അയോധ്യയ്ക്ക് പിന്നാലെ അതുപോലെ തന്നെ ഗ്യാൻവാബിയിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ട് തന്നെയുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ തുടരുകയാണ്. കാരണം ഗ്യാൻവാബിയിൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ പൂജ അവിടെ നടക്കുന്നു. അതിനുള്ള അനുമതി വാരണാസി ജില്ലാ കോടതി നൽകിയിരിക്കുന്ന സാഹചര്യം. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ താജ്മഹലിലെ ഉറൂസ് ആഘോഷത്തിനെതിരെ പരാതിയുമായിട്ട് ഹിന്ദു മഹാസഭ ഒരു ഹർജി ആഗ്ര കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് ഉറൂസിന് നിരോധന ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ ആഗ്ര കോടതിയിൽ ഹർജി നൽകിയത്. അതായത് ഈ വർഷം ഈ ഫെബ്രുവരി 6 മുതൽ 8 വരെയാണ് ഈ ഉറൂസ് ആഘോഷം നടക്കുന്നത്. അതായത് മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ ഈ ഉറൂസ് ആഘോഷ പരിപാടികൾ അവിടെ നടക്കുക. ഈ ഉറൂസിന് നിരോധന ഉത്തരവ് നൽകണം അല്ലെങ്കിൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു മഹാസഭ ഇത്തരത്തിൽ ഒരു ഹർജിയുമായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് മുഗളന്മാരോ ബ്രിട്ടീഷുകാരോ താജ്മഹലിനുള്ളിൽ ഉറൂസ് നടത്താൻ അനുവദിച്ചിരുന്നില്ലെന്നുള്ള വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചതെന്ന് ഹിന്ദു മഹാസഭ അറിയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഉറൂസിന് താജ്മഹലിൽ സൗജന്യ പ്രവേശനം നൽകാറുമുണ്ട്. ഈ സൗജന്യ പ്രവേശനം നൽകുന്നതിനെതിരെയും ഇപ്പോൾ ഹർജി ചോദ്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ സൗജന്യ പ്രവേശനം ഈ ഉറൂസ് പരിപാടികൾ നടക്കുമ്പോൾ അവിടെ നൽകരുത് എന്നുള്ള ആവശ്യവും ഈ ഹർജിയിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഹർജി മാർച്ച് 4-ന് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഗ്യാൻവാബിയിലടക്കം വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഗ്യാൻവാബിയിലെ പൂജ തടയണമെന്നാവശ്യപ്പെട്ട മസ്ജിദ് കമ്മിറ്റി കോടതിയെ സമീപിച്ച സാഹചര്യമൊക്കെയുണ്ട്. എന്തായാലും അയോധ്യയ്ക്ക് പിന്നാലെ അതുപോലെ തന്നെ ഗ്യാൻവാബി വിഷയവും നിലനിൽക്കുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ താജ്മഹലിലും ഇപ്പോൾ ഈ ഇത്തരത്തിൽ താജ്മഹലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ആയിട്ട് ഹിന്ദു മഹാസഭ ഒരു പരാതിയുമായിട്ടൊക്കെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഇത്തരം സ്മാരകങ്ങളെല്ലാം തന്നെ ഭീഷണിയിലാണെന്നുള്ള ഒരു ബോധ്യം കൂടി വരികയാണ്. നേരത്തെ തന്നെ മധുര കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മേലാൽ ഇത്തരം ഹർജികളുമായി വരരുത് എന്ന് താക്കീത് നൽകുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ മാർച്ച് 4-ന് കേസ് പരിഗണിക്കുമെന്നുള്ള ആഗ്ര കോടതി പരിഗണിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ രാജ്യത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാജ്യത്തിന് അഭിമാനമായ സ്മാരകം താജ്മഹൽ, അതിന് ഒരു മതത്തിൻ്റെയും പരിവേഷമില്ലാതെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ആകെ സ്വത്തായി കാണുന്ന അതിനെതിരെയാണ് ഹിന്ദു മഹാസഭ ഈ വിഷം കലർത്തലുമായി ഇപ്പോൾ വന്നിരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പോലും വലിയ ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, ഗ്യാൻവാബി അവിടെ പൂജ നടത്താൻ അനുമതി നൽകിയ ഒരു ഉത്തരവ് കൂടി നമ്മുടെ മുന്നിലുള്ള സാഹചര്യത്തിൽ ഈ ഹർജി പരിഗണിച്ചത് തന്നെ ഒരു ആശങ്ക ഉണർത്തുന്നുണ്ട്. ഇപ്പോൾ ഗ്യാൻവാബി കാര്യം എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഗ്യാൻവാബി വിഷയത്തിൽ ഒരു പൂജ നടത്താനായിട്ട് കോടതി അനുമതി നൽകിയത് 7 ദിവസത്തിനുള്ളിൽ അതിന് സൗകര്യം ഒരുക്കണമെന്നൊക്കെയാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ 24 മണിക്കൂറിനകം ഈ ജില്ലാ മജിസ്ട്രേറ്റ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഹിന്ദുക്കൾ അവിടെ പൂജ നടത്തുന്ന സാഹചര്യവും ഒക്കെ കണ്ടതാണ്. അത്തരത്തിൽ വളരെ വേഗത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ സൗകര്യങ്ങൾ അതിനായിട്ട് ഒരുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ താജ്മഹലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ മാർച്ച് 4-ന് ഹർജി പരിഗണിക്കാമെന്ന് ആഗ്ര കോടതി അല്ലെങ്കിൽ വാദം കേൾക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണർത്തുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയാണ് ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ട് തന്നെ ഉയർന്നു വരുന്നത്. കാരണം തികച്ചും മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള BJPയുടെ ആ നയം, അതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അയോധ്യ, അതിന് പിന്നാലെ ഇപ്പോൾ ഗ്യാൻവാബി, താജ്മഹൽ, അതോടുകൂടി തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അവിടെ സർവേ നടത്തണമെന്നുള്ള ആവശ്യങ്ങൾ, അത്തരത്തിൽ പല രീതിയിൽ മധുരയിലെ ഈ ക്ഷേത്രത്തിലടക്കം സർവേ നടത്തണമെന്നുള്ള ആവശ്യങ്ങൾ, അത്തരത്തിൽ പല രീതിയിൽ ഹിന്ദുക്കൾ ഇത്തരത്തിൽ ഈ മസ്ജിദുകൾ അല്ലെങ്കിൽ പള്ളികൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെയെല്ലാം ഹിന്ദു ക്ഷേത്രം പണിതുയർത്താനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ അവിടെ കുടിയിരുത്താനുള്ള ഒരു ശ്രമങ്ങൾ തന്നെ നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും താജ്മഹലിന് കീഴെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ഉണ്ട് എന്നുള്ള വാദവുമായി വരും കാലത്ത്, സമീപകാലത്ത് തന്നെ ഇനി
ഏതെങ്കിലും സഭകളിൽ എത്തിച്ചേരാം, അതും വിദൂരമല്ല ആ കാലം. എന്നാൽ ഇപ്പോൾ ഉറൂസിനെതിരെയാണ് ഹിന്ദു മഹാസഭ. ഉറൂസ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ ആഗ്ര കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാർച്ച് 4-ന് ആഗ്ര കോടതി ഇത് പരിഗണിക്കുകയും ചെയ്യും.